എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈസ്റ്റർ എല്ലാം വരാൻ പോവാണ്. ഈസ്റ്ററിന് നല്ല അടിപൊളി ചിക്കൻ മപ്പാസ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം. ഇത് നല്ലൊരു റെസിപ്പിയാണ്, സിമ്പിളായിട്ടുള്ള റെസിപ്പി, നല്ല അടിപൊളി റെസിപ്പിയാണ്. വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അധികം സാധനങ്ങളൊന്നും വേണ്ട, ഇതിലെല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു 15 ml കോക്കനട്ട് ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഒരു 4 കാടമും 4 ക്ലോവ്സ്, ചെറിയൊരു സിനമൺ സ്റ്റിക്ക്, 1 gram ഫെനൽ സീഡ് ഇതിട്ട് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം ഒരു 4 ഗാർലിക് ക്ലോവ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 ഗ്രീൻ ചില്ലി സ്പ്ലിറ്റ് ചെയ്തത്, 8 ഷാലറ്റ്സും 1 gram ജിഞ്ചറും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റുക. ഗോൾഡൻ കളറായതിന് ശേഷം 150 gram ചിക്കൻ, ഞാൻ വിത്ത് പോണ ഉപയോഗിച്ചിരിക്കുന്നത് 150 gram ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. സോൾട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ അതിനകത്ത് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് എത്ര വേണ്ടെന്ന് പറഞ്ഞാൽ അത്ര ആഡ് ചെയ്യുക. 2 സ്പ്രിംഗ് കറി ലീഫ് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റുക. നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് 1 പൊട്ടറ്റോ ക്യൂബായിട്ട് കട്ട് ചെയ്ത് പൊട്ടറ്റോ ആഡ് ചെയ്യുക. അതും ഇട്ട് നല്ലപോലെ വഴറ്റുക. അതിന് ശേഷം 1 ടീസ്പൂൺ ടെർമറിക് പൗഡർ, 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ ഇടുക. ഇതിട്ട് നല്ലപോലെ ഒരു 2 മിനിറ്റ് ചെറുതായിട്ട് തീയിലൊന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം ഒരു ടൊമാറ്റോ നല്ലപോലെ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. ഒരു 3 മിനിറ്റ് സ്ലോ ആയിട്ട് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാൽ 2ാം പാൽ, ഒരു 150 ml തേങ്ങയുടെ 2ാം പാൽ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഈ തേങ്ങാപ്പാലിൽ ചിക്കൻ നല്ലപോലെ വേകണം. ചിക്കൻ വേകുന്നവരെ നല്ല സ്ലോ ഫയറിൽ കവർ ചെയ്ത് വേവിച്ചാൽ അത്രയും നല്ലത്. ചിക്കൻ നല്ല ടെൻഡർ, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം റോസ്റ്റ് ചെയ്ത പൗഡർ 1/2 ടീസ്പൂൺ ഇതിനകത്ത് മുകളിലോട്ട് ഇടുക. സ്ലോ ആയിട്ട് നല്ലപോലെ കുക്ക് ചെയ്യുക. നല്ല കുറുകി വരുന്ന സമയത്ത് നിർത്തുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഒരു 100 ml തേങ്ങയുടെ 1ാം പാൽ ആഡ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നിർത്തുന്ന സമയത്ത് ഒരു 2 പിഞ്ച് നമ്മുടെ ഗരം മസാലപ്പൊടി മുകളിലൂടെ വിതറി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിനുശേഷം വേറെ ചെറിയൊരു പാനിൽ തടക്കി ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം ചൂടാക്കി അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, 1 gram മസ്റ്റാർഡ്, 1 റെഡ് ചില്ലിയും, 1 gram ചോപ്പ് ഗാർലിക്ക് നല്ലപോലെ സോട്ട് ചെയ്യുക. നല്ല ഗോൾഡൻ കളർ ആയതിനു ശേഷം 1 സ്പ്രിംഗ് കറി ലീവ്സ് അതിനകത്തോട്ട് ആഡ് ചെയ്യുക. നല്ലപോലെ കുക്ക് ചെയ്യുക. കുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ചിക്കൻ മപ്പാസിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക. അവിടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടെമ്പറിങ്. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ചിക്കന് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടും ഈ ടെമ്പറിങ് മുകളിലൂടെ ആഡ് ചെയ്യുന്ന കാരണം കൊണ്ട്. സിമ്പിൾ റെസിപ്പിയാണ്. ഇത്രയേ ഉള്ളൂ റെസിപ്പി. ഇത് നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ കല്ലപ്പം, പുട്ട്, ദോശ അതിനൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ പിടി ഉണ്ടെന്ന് പറഞ്ഞാൽ പിടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈസ്റ്ററിന് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. 1.5 പോർഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു 2 കിലോനോ 3 കിലോനോ 5 കിലോനോ എത്രയാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. നിങ്ങൾ ഈ റെസിപ്പി മാത്രം ഫോളോ ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ഭയങ്കര അടിപൊളി റെസിപ്പിയാണ്. ഇറ്റ്സ് വെരി ഗുഡ്, വെരി നൈസ്. താങ്ക് യു വെരി മച്ച്.